എല്ലാവർക്കും നമസ്കാരം. അന്താരാഷ്ട്ര രംഗത്ത് നിന്ന് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. അതായത് ഒരു വാർത്ത എന്ന് പറയുമ്പോൾ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. നമുക്കത് അറിയാൻ സാധിക്കുന്നത് പാകിസ്ഥാൻ ഏകദേശം 20,000-ഓളം അവരുടെ സൈനികരെ ഗൾ ഗാസയിലേക്ക് അയക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ US-ഉം ഇസ്രായേലുമാണ് എന്നുള്ള ഒരു വാർത്തയാണ് പൊതുവെ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത്. അതായത് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായിട്ടുള്ള മൊസാദും അമേരിക്കയുടെ ഏജൻസി അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായിട്ടുള്ള CIA, ഈ പറഞ്ഞ ഏജൻസികളിലേക്ക് ഉദ്യോഗസ്ഥരുമായിട്ട് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസീം മുനീർ ഒക്ടോബറിൽ ഈജിപ്തിൽ വെച്ച് ഒരു രഹസ്യ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൂടിക്കാഴ്ചയുടെ ഫലമായിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അമേരിക്കയും ഇസ്രായേലുമാണ് ഈ ഒരു പാകിസ്ഥാൻ്റെ അല്ലെങ്കിൽ പാകിസ്ഥാനെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുന്നതിന് കാരണമായത്. കാരണം അത് പല രീതിയിലുള്ള നമുക്ക് ഈ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് എന്നൊക്കെ പറയും, എന്നുവെച്ചാൽ റിവാർഡും പണിഷ്മെൻറ്റും ഒക്കെ കൊടുത്ത്. കാരണം പാകിസ്ഥാൻ ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. നിലനിൽപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തികമായിട്ട് വളരെ അധികം തകർന്നടിഞ്ഞ് നിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് എവിടുന്നൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ പണം ലഭിച്ചാലും അതിനെല്ലാം പാകിസ്ഥാൻ തയ്യാറാണ് എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു എവിഡൻസ് ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ ഈ നീക്കം അനുസരിച്ച് അല്ലെങ്കിൽ ഈ ഒരു രഹസ്യ കൂടിക്കാഴ്ച അനുസരിച്ച് സൈന്യത്തെ വിന്യസിക്കുക, ഏകദേശം 20,000-ഓളം വരുന്ന പാകിസ്ഥാൻ്റെ സൈന്യത്തെ ഗാസയിൽ വിന്യസിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ തീരുമാനമായിട്ട് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അത് ഈ ഇസ്രായേലും ഹമാസും തമ്മിലവിടെ വെടിനിർത്തൽ ഒക്കെ പ്രഖ്യാപിച്ചു. ട്രംപ് പറഞ്ഞു ട്രംപിൻ്റെ ഇടപെടൽ കൊണ്ട് സമാധാനം അവിടെ പുനഃസ്ഥാപിക്കുകയും അതുപോലെ തന്നെ ബന്ദികളെയൊക്കെ മോചിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. എന്നുവെച്ചാൽ യുദ്ധാനന്തര പുനരധിവാസ ശ്രമങ്ങളുടെ ഭാഗങ്ങളായിട്ട് ആണ് ഇങ്ങനൊരു സൈനിക വിന്യാസം പാകിസ്ഥാൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇസ്രായേലിനെ പാകിസ്ഥാനെതിരെ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കാത്തൊരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള പാകിസ്ഥാനാണ് ഇപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഈ ഒരു ഇടപെടലിൻ്റെ കാരണം കൊണ്ട് പാകിസ്ഥാൻ അവരുടെ സൈനികരെ ഗാസയിലേക്ക് വിന്യസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് പാകിസ്ഥാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു പരോക്ഷമായിട്ടുള്ള ഒരു എൻഗേജ്മെൻ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് പാകിസ്ഥാനിൽ എത്രത്തോളം പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ എതിർപ്പുകളൊക്കെ ഉണ്ടാകും എന്നുള്ളത് നമുക്കിനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് പാകിസ്ഥാനിൽ മാത്രമല്ല, മറ്റ് പല ഇസ്ലാമിക് നേഷൻസിലും ഒക്കെ തന്നെ, പ്രത്യേകിച്ച് ടർക്കി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്, ഖത്തർ, ഇറാൻ ഒരു രാജ്യമാണ്. അപ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ തീർച്ചയായിട്ടും പാകിസ്ഥാനെതിരെ വളരെ ശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടാകാം എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ പുനരധിവാസം, റീഹാബിലിറ്റേഷൻ, അതുപോലെ റീകൺസ്ട്രക്ഷൻ, ഇതിൻ്റെയൊക്കെ മറവിൽ ഗാസയിൽ പാകിസ്ഥാൻ്റെ സൈനികരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് വിന്യസിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കൂലിപ്പട്ടാളമായിട്ട്. എന്നുവെച്ചാൽ ഇസ്രായേലൊക്കെ യുദ്ധം ചെയ്ത് വളരെ എക്സോസ്റ്റഡ് ആണ്, ക്ഷീണിച്ച് അവശരായിട്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ പവർഫുൾ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത്രയും നാളെ യുദ്ധം ചെയ്ത രാജ്യമെന്ന രീതിയിൽ ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാവുകയും അവർക്കിനിയും തീർച്ചയായിട്ടും യുദ്ധം മുന്നോട്ട് ഇതുപോലെ തുടർന്നുകൊണ്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളൊരു അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റുന്നത് ഈ പറഞ്ഞ. കാരണം ഇത്രയും വലിയ രാജ്യം എന്ന് പറഞ്ഞാൽ സൈസിലല്ല, വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു രാജ്യം എന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലിന് ഒരു ചെറിയ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ടുള്ള ഹമാസിനെ, ഒരു മിലിറ്റന്റ് പ്രോക്സി ഓർഗനൈസേഷനായിട്ടുള്ള ഹമാസിനെ ഒതുക്കുവാൻ ഇത്രയും 2 വർഷത്തിന് മേലെയായിട്ടുള്ള യുദ്ധത്തിൽ കൂടെ, അതും അത്യാധുനികമായിട്ടുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റും പ്രിസിഷൻ ഗൈഡഡ് ബോംബിങ്സും ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒതുക്കുവാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നമുക്കൊരു വൈരുദ്ധ്യം കാണാൻ സാധിക്കുന്നു. അപ്പോൾ പാകിസ്ഥാൻ്റെ സൈന്യത്തെ അവിടെ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് പാകിസ്ഥാനെ കൊണ്ട് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു പാകിസ്ഥാൻ എപ്പോഴും അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു പ്രോക്സിയാണ്. അപ്പോൾ അമേരിക്ക പറയുന്ന പോലെ തന്നെ ചാടിക്കളിക്കട കൊച്ചുരാമ അല്ലെങ്കിൽ ഓടിക്കളിക്കട കുഞ്ഞിരാമ എന്നുള്ളൊരു നയമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചുള്ളത്.
പിന്നെ ചൈനയ്ക്ക് വേണ്ടിയും വിടുപണി ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ. ഇവൻ ചൈനയെ ഒരു സമയത്ത് ബീട്രോ ചെയ്യുവാൻ അല്ലെങ്കിൽ ചതിക്കുവാൻ പാകിസ്ഥാന് സാധിക്കും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. അതൊരു പക്ഷേ ചൈനയ്ക്ക് നന്നായിട്ട് അറിയുന്നൊരു കാര്യമാണ്. കാരണം എല്ലാം നമ്മൾ പറഞ്ഞു പറഞ്ഞു കഴിയുമ്പോൾ പാകിസ്ഥാൻ അമേരിക്കയുടെ താളത്തിനൊത്ത് തുള്ളുവെന്ന രാജ്യമായിട്ട് മാത്രമേ നിലനിൽക്കത്തുള്ളൂ എന്നുള്ള കാര്യമാണ് നമുക്ക് ജിയോ പൊളിറ്റിക്കലി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ചൈനയായിട്ടുള്ള ഇടപാടുകളും രണ്ടുപേരും പറയുന്നുണ്ട്, ഞങ്ങൾ വളരെ ആഴത്തിലുള്ള ബന്ധമാണ്, ഒരിക്കലും ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം അല്ലെങ്കിൽ ബന്ധമൊന്നും ഒരിക്കലും പിന്നെ ബ്രേക്ക് ആവത്തില്ല എന്നൊക്കെ ചൈനയും പാകിസ്ഥാനും ആവർത്തിച്ച് ഇന്ത്യയെ കേൾപ്പിക്കാൻ വേണ്ടിയെങ്കിൽ പറയുന്നുണ്ട്. എന്നാൽ തന്നെ നമുക്കറിയാം ഏത് സമയത്തും ചൈനയ്ക്കെതിരെ തിരിയാൻ അമേരിക്കയ്ക്ക് ഒരു ടൂളായിട്ട് പാകിസ്ഥാനെ ഉപയോഗിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ അതിന് തയ്യാറായി നിന്ന് കൊടുക്കുമെന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കുക എപ്പോഴാണ്. അപ്പം ഇനിയും ഈ ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസിൻ്റെ പോരാളികളെ അല്ലെങ്കിൽ ഈ ഈ യോദ്ധാക്കളെ അല്ലെങ്കിൽ ഘടകങ്ങളെയൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യുക, അതുപോലെ തന്നെ ഈ പറഞ്ഞ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ, അമേരിക്ക ഇസ്രായേലും പറയുന്നതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രദേശത്തൊക്കെ പ്രത്യേകിച്ച് ഗാസയിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റെബിലിറ്റി ഫോഴ്സിൻ്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനും ഇന്തോനേഷ്യയും പിന്നെ വേറെ ഒരു രാജ്യങ്ങളുണ്ട് ഇതൊക്കെ തന്നെ പങ്കെടുക്കുന്നതിനകത്തിൽ പറഞ്ഞത്. എന്നുവെച്ചാൽ നമ്മൾ ഈ UN പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതിന് തുല്യമായിട്ട്, പക്ഷേ പീസ് കീപ്പിംഗ് ഫോഴ്സ് നമുക്കറിയാം, ഫോഴ്സ് ഒരിക്കലും പീസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയല്ലോ സേനയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. സേനയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും യുദ്ധം ചെയ്യാനോ അവരെ എതിരാളികളായിട്ട് കാണുന്ന ആൾക്കാരെ വെടിവെച്ച് താഴെയിടാനോ അല്ലെങ്കിൽ അവർക്കെതിരെ യുദ്ധം ചെയ്യാനും അല്ലെങ്കിൽ അവരെ കോൺകർ ചെയ്യാനും മാത്രമാണ് ഫോഴ്സിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത്. അപ്പോൾ UN പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം അതിലൊരു വൈരുദ്ധ്യം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഇവിടെയും ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഈ സംവിധാനം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാനത്തിൽ പങ്കെടുക്കുന്നത്. ISF എന്ന് പറയും, ഇൻ്റർനാഷണൽ സ്റ്റെബിലിറ്റി ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ അത് CIA മൊസാദിൻ്റെയും ഒക്കെ തന്നെ നിർദ്ദേശമനുസരിച്ചാണ് പാകിസ്ഥാൻ ഇപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മുമ്പിൽ മറ്റു മാർഗമൊന്നുമില്ലാതെ കീഴടങ്ങുന്നതിന് തുല്യമായിട്ടുള്ളൊരു പ്രക്രിയയാണിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല വേറെ ഒന്നുമില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതിൽ നിന്ന് കുറച്ച് പൈസ പാകിസ്ഥാൻ്റെ ഈ ഭരണതലപ്പത്തിരിക്കുന്ന മിലിറ്ററി, സിവിലിയൻ, പൊളിറ്റീഷ്യൻസിനും ലീഡേഴ്സിനും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ഒരു മാർഗത്തിൽ കൂടാണ് ഇപ്പോൾ അവർക്കതിന് സാധ്യമെങ്കിൽ അത് അവർ ഇപ്പോൾ അതിനെ ആശ്രയിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥിരത കൊണ്ടുവരിക എന്നുള്ളത്, അതിനുവേണ്ടി ഈ പറഞ്ഞ പാകിസ്ഥാൻ്റെ ട്രൂപ്പിനെ ഇപ്പോൾ എന്നുവെച്ചാൽ മറ്റു രാജ്യങ്ങളൊന്നും അതിന് തയ്യാറാകത്തില്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ അതിന് തയ്യാറായത്. അപ്പോൾ പാകിസ്ഥാന് പുറമെ ഈ ഇന്തോനേഷ്യ, അതുപോലെ തന്നെ വേറെ ഒരു രാജ്യം കൂടെ ഈ ഒരു സ്റ്റെബിലൈസേഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. അസർബൈജാന്, ഇന്തോനേഷ്യ, ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ തന്നെ ട്രൂപ്പുകൾ ഈ പറഞ്ഞ ഒരു സ്റ്റെബിലൈസേഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുമെന്ന് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് പാകിസ്ഥാന് ഇസ്രായേലും അമേരിക്കയും വൻതോതിലുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ നെറ്റ് റിസൾട്ട് ഇത്രയേ ഉള്ളൂ. ഈ ഇസ്രായേൽ അമേരിക്ക പറയുന്നതനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ പാകിസ്ഥാന് ലഭിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും അതുപോലെ തന്നെ ഈ പറഞ്ഞ ചില സാമ്പത്തിക നേട്ടങ്ങളൊക്കെ തന്നെ കൈവരിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. എന്നുവെച്ചാൽ മറ്റ് ഇൻ്റർനാഷണൽ ഫോർമലായിട്ടുള്ള റൂട്ടിൽ കൂടെയൊന്നും പാകിസ്ഥാന് സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. IMFൻ്റെ ലോൺ കിട്ടണമെങ്കിൽ തന്നെ അത് അമേരിക്കയുടെ ശക്തമായിട്ടുള്ള സപ്പോർട്ടില്ലാതെ ലഭിക്കത്തില്ല. ഇവൻ അതിലും അമേരിക്കയും ചൈനയും സ്ട്രോങ് ആയിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ UAE, സൗദി ഇതുപോലുള്ള രാജ്യങ്ങൾ ഫണ്ട് ചെയ്യണമെങ്കിലും തീർച്ചയായിട്ടും അമേരിക്കയുടെ പ്രഷർ ഈ പറഞ്ഞ ഗൾഫ് നേഷൻസിൻ്റെ മുകളിലുണ്ടെങ്കിൽ അവർക്ക് പാകിസ്ഥാനെ ഫണ്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കാര്യത്തിന് പാകിസ്ഥാൻ തയ്യാറായതുകൊണ്ട് അമേരിക്ക, ഇസ്രായേലും ഈ ഗൾഫ് രാജ്യങ്ങളായിട്ടുള്ള അവരുടെ
ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങളായിട്ടുള്ള സൗദിയും UAE ഒക്കെ തന്നെ വഴി ഫണ്ടുകൾ ട്രാൻസിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫണ്ടുകൾ കൈമാറ്റം ചെയ്ത് പാകിസ്ഥാനെ സഹായിക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ അല്ലെങ്കിൽ എഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ട്രംപ് ഇടപെട്ട് ഈ യുദ്ധം നിർത്തിയെന്ന് പറയുന്നു, ബന്ദികളെ കൈമാറി. അതുപോലെ തന്നെ യുദ്ധാനന്തര ഗാസയിലെ പുനർനിർമ്മാണം, അതുപോലെ തന്നെ പുനരധിവാസം, ഇതൊക്കെ തന്നെ ഈ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം യുദ്ധത്തിൻ്റെ ഏറ്റവും ഒരു യുദ്ധം കഴിഞ്ഞുള്ള സമയത്ത് ആ യുദ്ധം നടന്ന സ്ഥലത്തെ ഏറ്റവും ലുക്രേറ്റീവ് ആയിട്ടുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ റീകൺസ്ട്രക്ഷനാണ്, പുനർനിർമ്മാണമാണ്. ഇനിയിപ്പോൾ യുക്രൈനിലെ വാർ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഈ പുനർനിർമ്മാണം എന്ന് പറയുന്ന വലിയൊരു ബിസിനസ്, ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ അല്ലെങ്കിൽ ട്രില്യൺസിനടുത്ത് വരുന്ന ഡോളേഴ്സിൻ്റെ പുനർനിർമ്മാണം അവിടെ സാധ്യമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ അമേരിക്ക മുതലായിട്ടുള്ള രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ പറഞ്ഞ കരാറുകളെല്ലാം പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതുപോലെ യുദ്ധം നടക്കുന്ന, യുദ്ധം അവർ ചെയ്യുന്ന അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ കെടുതികൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് നിന്ന് പിന്നെ അതിനെ റീകൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ് തന്നെയാണ്. അപ്പം അത് തന്നെയാണ് ഗാസയിൽ നടക്കാൻ പോകുന്നത്. കാരണം ഈ 2 വർഷം കൊണ്ട് ഇസ്രായേൽ പിന്നെ നശിപ്പിച്ച് എന്താണ് ഡിമോളിഷ് ചെയ്ത ഇത്രയും സാധനങ്ങൾ കെട്ടി ഇനി പുതുതായിട്ട് ഉണ്ടാക്കുക, ബിൽഡിങ്ങുകൾ മാത്രമല്ല ഇൻഫ്രാസ്ട്രക്ചർ, മറ്റ് എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും ഉണ്ടാക്കുക. പിന്നെ അവിടെ പുതിയൊരു ഗവൺമെൻറ്റിനെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ എല്ലാം സംവിധാനം ചെയ്ത് കൊണ്ടുവരിക. ഇതൊക്കെ തന്നെ ബിസിനസ്സുകളും അല്ലെങ്കിൽ ഡീലുകളും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ തന്നെ ഈ രാജ്യങ്ങൾ ഇതുപോലുള്ള രാജ്യങ്ങൾക്ക് മാത്രമാണ്, ഇതുപോലുള്ള രാജ്യങ്ങളിലുള്ള കമ്പനികൾക്കും കോർപ്പറേഷൻസിനും മാത്രമാണ് ഇതൊക്കെ ലഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ ജിയോ പൊളിറ്റിക്കൽ സെനാറിയോ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ആയുധ വ്യാപാര കമ്പനികൾക്ക് വൻതോതിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. യുദ്ധാനന്തര സമയത്ത് ഈ പറഞ്ഞ റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ വലിയ ബിസിനസ് എന്താണ് പറയുന്നത്, ഡീലുകൾ വഴി ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ബിസിനസ്സാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിന് ഗാസ ഇപ്പോൾ തയ്യാറാവുകയാണ്. അപ്പോൾ അവിടത്തേക്ക് ഒരു എന്താണ് പറയുന്നത്, ബഫർ സോൺ ഉണ്ടാക്കുകയും അവിടെ പാകിസ്ഥാൻ്റെ ഇതിനായത്തോളം വരുന്ന സേനകൾ ഇന്തോനേഷ്യ, അസർബൈജാൻ, ഈ പറഞ്ഞ 3 രാജ്യങ്ങളിൽ നിന്നുള്ള ഈ 3 രാജ്യങ്ങളുടെ പേരുകളാണ് നമ്മളിപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ 3 രാജ്യങ്ങളിൽ നിന്നും ഒരുപക്ഷെ പാകിസ്ഥാനിലായിരിക്കും ഏറ്റവും കൂടുതൽ സേന വിന്യസിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ 3 രാജ്യങ്ങളുടെയും കൂട്ടായ്മയോട് കൂടി ഒരു ബഫർ സോൺ അവിടെ ഉണ്ടാക്കുകയും അവിടെ ഹമാസ് മുതലായിട്ടുള്ള തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് ഇനിയും തീവ്രവാദ ആക്രമണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഇസ്രായേലിന് വേണ്ടി വിടുപണി ചെയ്യുക, അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്കയ്ക്ക് വേണ്ടി വിടുപണി ചെയ്യുക എന്നുള്ളതാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇന്തോനേഷ്യയ്ക്കോ അസർബൈജാനോ എല്ലാം ഇതുപോലുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ലഭിക്കും, അല്ലെങ്കിൽ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള പലതരത്തിലുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ ഇക്കണോമിക് ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ ലഭിക്കുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം ആണ് നമുക്കിതിൽ നിന്ന് കാണുന്നത്. പാകിസ്ഥാന് ലഭിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഇന്തോനേഷ്യയ്ക്ക് അസർബൈജാനും ലഭിക്കുവാൻ സാധ്യതയുണ്ടല്ലോ, അല്ലെങ്കിൽ അവരിനതിൽ പങ്കെടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ കരാറനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഇവർ തമ്മിലെത്തിയ ധാരണയുടെ നിബന്ധന പ്രകാരം ഇസ്രായേലിനും ഗാസയ്ക്കും ഇടയിൽ പാകിസ്ഥാൻ്റെ സേന അല്ലെങ്കിൽ ഈ പറഞ്ഞ ISF, ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഫോഴ്സ്, ഒരു ബഫർ ഫോഴ്സിന് സംരക്ഷണ സംവിധാനം, ബഫർ സോൺ ഉണ്ടാക്കും. അതിൻ്റെ ആ ബഫർ സോണിൻ്റെ പിന്നെ നിയന്ത്രണം ഈ ബഫർ ഫോഴ്സിനായിരിക്കും, ഈ പാകിസ്ഥാൻ്റെ നേതൃത്വത്തിലുള്ള ഈ ബഫർ ഫോഴ്സിനായിരിക്കും. അപ്പോൾ അതാണ് അതിനുവേണ്ടിയാണ് അവിടെയാണ് ഈ പറഞ്ഞ റീകൺസ്ട്രക്ഷനും. കാരണം ഇപ്പോൾ ഓൾറെഡി ഇതെല്ലാം ഇസ്രായേലിൻ്റെ അധീനതയിലായി കഴിഞ്ഞു, ഈ പറഞ്ഞ ഗാസയിലെ യുദ്ധം നടന്ന സ്ഥലങ്ങളെല്ലാം തന്നെ. അപ്പോൾ അവിടെ ഈ റീകൺസ്ട്രക്ഷൻ നടത്താൻ വേണ്ടി ഒരുപക്ഷെ ഈ ക്ഷീണിച്ച അവശനായിട്ടുള്ള ഇസ്രായേലിന്, ഇത്ര എക്സോസ്റ്റ് ആയിട്ടുള്ള ഇസ്രായേൽ ഒരുപക്ഷെ ഇനിയും അവർക്ക് ഒരു ഡിപ്ലോയ്മെൻറ്റ് ഈ പറഞ്ഞ കാരണങ്ങളോട് സാധ്യമല്ല. അതിനുവേണ്ടി അവർ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പുനർനിർമ്മാണത്തിന് വഴിയൊരുക്കുന്നതിനോടൊപ്പം ഭരണനിർവഹണത്തിന് സുരക്ഷാ കവചമായിട്ട് പ്രൊട്ടക്ഷൻ. കാരണം പാകിസ്ഥാൻ സൗദിക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ടല്ലോ പാകിസ്ഥാൻ്റെ സേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൗദി റോയൽ ഫാമിലിക്കൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഒരു സുരക്ഷാ കവചമായിട്ട് ഒരു ഔട്ട്സോഴ്സ് ചെയ്യപ്പെട്ട ഒരു ഫോഴ്സായിട്ട് അവിടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ നിലനിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും ഈ ഇസ്രായേലും അമേരിക്കയും ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യം തോന്നില്ല. അപ്പോൾ ഇതിന് പകരമായിട്ട് പാകിസ്ഥാന് വൻതോതിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കും.
ലോകബാങ്കിൽ നിന്നുള്ള വായ്പ ഇളവ്, തിരിച്ചടവിന് കൂടുതൽ ഗഡുക്കൾ, ഇതൊക്കെ തന്നെയാണല്ലോ പാകിസ്ഥാൻ ആവശ്യം. അതുപോലെ തന്നെ മറ്റ് പലതരം സാമ്പത്തിക സഹായങ്ങൾ, ഇതൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ മിലിറ്ററി ലീഡേഴ്സും അവിടുത്തെ പൊളിറ്റീഷ്യൻസും എല്ലാം അടിച്ചു മാറ്റിക്കുന്ന പോകത്തേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഈ പൈസ കറങ്ങിത്തിരിഞ്ഞ് ലണ്ടനിലും അമേരിക്കയിലും ഒക്കെ തന്നെ അവരെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ അമേരിക്കയ്ക്കും, അല്ലെങ്കിൽ ഈവൻ മിഡിൽ ഈസ്റ്റിലൊക്കെ തന്നെ ഒരു ഉം, ഈ പൈസ കൊണ്ടുപോയി റീഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ മറ്റവർക്കറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കുന്നതിനകത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇത്തരം വൻതോതിലുള്ള സാമ്പത്തിക സഹായങ്ങൾ പാകിസ്ഥാന് ഇസ്രയേലും അമേരിക്കയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനിയും പാകിസ്ഥാന് ഒരുപക്ഷെ നേരിടാൻ ഈ എതിർപ്പുകൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ, ആഭ്യന്തരമായിട്ട് തന്നെ ഒരുപക്ഷെ പ്രതിഷേധം, കാരണം പാകിസ്ഥാനി ജനതകളൊന്നും ഇസ്രായേലിനെ അത്ര ഇഷ്ടപ്പെടുന്ന ഒരു ജനതയല്ല. കാരണം ഇതുവരെ ഇസ്രായേലിനെ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പ്രത്യക്ഷമായിട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ മത്സരമൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഇസ്രായേലിനെ പാകിസ്ഥാനോടും നേരിട്ട് പ്രത്യക്ഷമായിട്ടാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ വെളിച്ചത്തിൽ നമ്മൾ ഇസ്രായേലിനെ പാകിസ്ഥാനോടും പാകിസ്ഥാൻ ഇസ്രായേലിനോടും വലിയ മമതയുള്ളതായിട്ട് നമുക്കിതുവരെ അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യത്ത് ആഭ്യന്തരമായിട്ട് ഓൾറെഡി അവർ ഒത്തിരി എന്താണ് പറയുന്നത് സങ്കീർണതകളോ അല്ലെങ്കിൽ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളും നേരിടുന്ന ഈ ഒരു അവസരത്തിൽ ഒരുപക്ഷെ ഈ ഒരു പേരിൽ ഇസ്രായേലിന് വേണ്ടി ഈ ഒരു വിടുപണി ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും ആഭ്യന്തരമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ, പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതിലുപരി ടർ പാകിസ്ഥാൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ടർക്കിയിൽ നിന്നും ഖത്തറിൽ നിന്നും ഒക്കെ തന്നെ, അതുപോലെ പാകിസ്ഥാൻ്റെ അയൽ രാജ്യമായിട്ടുള്ള ഇറാൻ, ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ ശക്തമായിട്ടുള്ള എതിർപ്പുകളും അല്ലെങ്കിൽ എന്താണ് പറയുന്നത് വിമർശനങ്ങളും ഒക്കെ വിമർശനമല്ല, എതിർപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമുക്കറിയാം ഹമാസിനെ വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ടർക്കി, ഖത്തർ, അതുപോലെ ഇറാൻ. ഇറാൻ ഒരു പിന്നെ ഇറാനും ടർക്കിയും തമ്മിൽ, അല്ലെങ്കിൽ ഇറാനും ഖത്തറും തമ്മിൽ, പിന്നെ ഈ ഇറാനും സൗദിയും അല്ലെങ്കിൽ ഇറാൻ UAE തമ്മിലുള്ള പ്രശ്നങ്ങൾ പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന പല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ, അതിന് മോറലി സപ്പോർട്ട് ചെയ്യാം, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാം, ഡിപ്ലോമാറ്റിക്കലി സപ്പോർട്ട് ചെയ്യാം, ഇല്ലേ, പിന്നെ ഐഡിയോളജിക്കലി സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള സപ്പോർട്ടുകൾ ഉണ്ടാക്കാം. ലോജിസ്റ്റിക്സ് കൊടുക്കാം, മിലിറ്ററി വെപ്പൺസ് കൊടുക്കാം, ട്രെയിനിങ് കൊടുക്കാം, ഇല്ലേ, ഫണ്ട് ചെയ്യാം, ഇൻ്റലിജൻസ് കൊടുക്കാം. ഇങ്ങനെ പല രീതിയിൽ ആ, ഒരു രാജ്യത്തിന് ഈ പറഞ്ഞ പ്രോക്സി ഗ്രൂപ്പിനെ, പ്രോക്സി മിലിറ്ററി ഗ്രൂപ്പിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. എന്നുവെച്ചാൽ ഒരു രാജ്യം മറ്റു രാജ്യത്തെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെയുള്ള സപ്പോർട്ടൊക്കെ തന്നെ ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക്, ഈ പറഞ്ഞ മിലിറ്റൻ്റ് ഓർഗനൈസേഷന് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ടർക്കി 2011 മുതൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്, ഹമാസിനെ വളരെ കാര്യമായിട്ട്, വളരെ എന്താണ് പറയുന്നത് ആഴത്തിൽ, വളരെ വ്യാപകമായിട്ട്, ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ടർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടർക്കിയുടെ നേതാവായിട്ടുള്ള ലീഡറായിട്ടുള്ള എർഡോഗാൻ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ആളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പാകിസ്ഥാനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു നീക്കം ഉണ്ടാകുമ്പോൾ, കാരണം ഒരുപക്ഷെ അടുത്ത ഇസ്രായേലിൻ്റെ ഒരു നീക്കം ടർക്കിക്കെതിരെ ആകുമോ എന്ന് പോലുള്ള ആശങ്ക ടർക്കിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഇസ്രായേലുമായിട്ടുള്ള ഇസ്രായേൽ അമേരിക്കൻ നിർദ്ദേശമനുസരിച്ച് പാകിസ്ഥാൻ ഇസ്രായേലിന് വേണ്ടി ഈ വിടുപണി ചെയ്യാൻ ഗാസയിൽ സൈന്യത്തിനെ വിന്യസിക്കുമ്പോൾ ടർക്കിയുടെ ഭാഗത്തുനിന്നും ഖത്തറിൻ്റെ ഭാഗത്തുനിന്നും ഏത് തരത്തിലുള്ള നീക്കങ്ങളായിരിക്കും, അതുപോലെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള നീക്കങ്ങളായിരിക്കും പാകിസ്ഥാൻ നേരിടാൻ പോകുന്നത്. ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ സൈന്യത്തിനെതിരെ തന്നെ ഒരുപക്ഷെ ഗാസയിൽ ഈ പറഞ്ഞ ശക്തമായിട്ടുള്ള ഒരു, എന്നുവെച്ചാൽ ഇപ്പോൾ പാകിസ്ഥാനിൽ അവർ നേരിടുന്നതിന് തുല്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു കാഴ്ച നമുക്കവിടെ കാണുവാൻ കഴിയും. അതിനുള്ള സാധ്യത നമുക്കുണ്ട്. പാകിസ്ഥാൻ സേനയ്ക്കെതിരെയുള്ള പ്രോക്സി വാർ നമുക്ക് ഒരുപക്ഷെ കാണുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ ടർക്കിയും ഖത്തറും ഇറാനും എല്ലാം കൂടെ ഒരു ആക്സസ് ഉണ്ടാക്കി ഒരുപക്ഷെ അതിനെ ശക്തമായിട്ട് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ എതിർക്കാനുള്ള സാധ്യത അതിനെ നമുക്ക് ഡിനേ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും താല്പര്യങ്ങളെ നിറവേറ്റുന്നതിനുള്ള നീക്കമായിട്ട് മാത്രമേ അവരിത് കാണത്തുള്ളൂ. കാരണം ഇവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എന്താണ് പറയുന്നത് ടഗ് ഓഫ് വാർ ഉണ്ട്, വടംവലികൾ നടക്കുന്നുണ്ട് ജിയോ പൊളിറ്റിക്കൽ റീജിയനിലെന്ന് പറഞ്ഞാൽ. അമേരിക്കയും ഇസ്രായേലും പാകിസ്ഥാനെ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ സൈന്യത്തെ ഈ ഗാസയിൽ അവരുടെ ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണെന്നും, സാമ്പത്തികമായി അരക്ഷിതാവസ്ഥയിലുള്ള പാകിസ്ഥാന് ഇപ്പോൾ ഈ പറഞ്ഞ ഇസ്രായേലും അമേരിക്കയും ഒരു ട്രാപ്പിലാക്കിയിരിക്കുകയാണെന്നുള്ള ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ ഒരു എന്താ നറേറ്റീവ് അല്ലെങ്കിൽ ഒരു വേർഷൻ ഒരുപക്ഷെ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ടർക്കിയുടെയും ഖത്തറിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും
പാകിസ്ഥാൻ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായങ്ങൾ ഒരുപക്ഷെ അവർ നിർത്തിവെക്കാനോ വെട്ടിക്കുറയ്ക്കാനോ ഒക്കെ തന്നെ ചിലപ്പോൾ അതിന് കാരണമായേക്കാം. നമുക്കതൊന്നും അറിയില്ല. ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള റെസ്പോൺസും അല്ലെങ്കിൽ പ്രതികരണങ്ങളും ഒക്കെ തന്നെ, അല്ലെങ്കിൽ അവരെ ഏത് തരത്തിലുള്ള നയപരമായിട്ടുള്ള റെസ്പോൺസാണ് പാകിസ്ഥാനെതിരെ സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഈ എന്തായാലും പാകിസ്ഥാന്റെ കാര്യം വളരെ കട്ടപ്പോയാണെന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. കാരണം കൂനിന്മേൽ കുരു എന്ന് പറയുന്ന രീതിയിലാണ് പാകിസ്ഥാൻ ഓരോ ദിവസവും അവരുടെ ഈ എന്താണ് വളരെ ലോജിക്കൽ അല്ലാത്ത മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ് ഓരോ തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നത്. കാരണം സാമ്പത്തികമായി നട്ടം തിരിയുന്ന പാകിസ്ഥാന് എവിടുന്നേലും ആം, അല്പം സാമ്പത്തിക സഹായം കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന ഏത് പ്രവൃത്തിയിലും ഏർപ്പെടാൻ പാകിസ്ഥാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ലഭ്യമായിട്ടുള്ള അറിവുകൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് നമുക്കിവിടെ ഷെയർ ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഇത്രയും പറഞ്ഞിട്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.